അപ്പോൾ ഏതായാലും എൻ്റെ എല്ലാ ചങ്ക് കൂടെ പറപ്പുകൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ വിഴിഞ്ഞം ഹാർബറിൽ തന്നെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ് സ്ഥലമൊന്നും പോലും അറിയാൻ വയ്യാതെ. അപ്പോൾ ഇത് നമ്മൾ കുരിശടിയുടെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ വള്ളങ്ങൾ പോകുന്നത്. അതായത് അടിമലത്തിൽ ഇപ്പോൾ വിഴിഞ്ഞം സീസണാണ്. അതായത് നമ്മൾ കടൽ നല്ല ശക്തിയായിട്ട് അടിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഹാർബർ ബേസ് ചെയ്തുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് പണിക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വിഴിഞ്ഞം ഹാർബറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ കൊല്ലം ഹാർബറിലോട്ട് നമ്മൾ 5 തെങ്ങ് വള്ളങ്ങളൊക്കെ എന്ന് പറയുന്ന കൊല്ലം ഹാർബറിലോട്ട് പോകും. അത് ഈ അടിമലത്തുറ ഭാഗത്തു നിന്നുള്ളവർ വിഴിഞ്ഞത്ത്, അതുപോലെ തന്നെ പുല്ലുവിള, പൂന്തറ അങ്ങനെയുള്ള ഭാഗത്തു നിന്നൊക്കെ നേരെ വിഴിഞ്ഞം ഹാർബറിലോട്ട് വരും. അതുകൊണ്ട് തന്നെ ഇവിടെ വള്ളങ്ങളുടെ സമ്മേളനം തന്നെ നടപ്പുണ്ട്. കണ്ടില്ലേ, നോക്കിക്കഴിഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും വള്ളങ്ങളാണ്. അപ്പോൾ നമുക്ക് ഏതായാലും നേരെ പണിക്കാര്യത്തിലോട്ട് പോകാം. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ നമ്മൾ വിഴിഞ്ഞത്താണ്. നമ്മൾ വിഴിഞ്ഞം ഹാർബറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ 4 മണിയായി. 4 മണിയായിട്ടുണ്ട്. അപ്പോൾ 4 മണിയായപ്പോഴേക്കും നമ്മൾ മലവള്ളങ്ങളിലെ മീനും കാര്യങ്ങളൊക്കെ കൊണ്ട് ആൾക്കാർ വരുന്നുണ്ട്. അതുപോലെ തന്നെ കണവയൊക്കെ രാത്രി പോയി ചൂണ്ടയ്ക്ക് പിടിച്ച കണവയുണ്ട്, അതുപോലെ തന്നെ വാളയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് മീൻ ശേഖരമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളൊരു പണിക്ക് പോവുകയാണ്. നമുക്ക് പിന്നെ ഈ പണിയും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് പറയുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമുക്ക് ഏതായാലും പണിയും കാര്യങ്ങളും പറയാനുള്ള ഒരു സമയമില്ല. നമുക്ക് നേരെ വള്ളത്തിൻ്റെ അടുത്തോട്ട് പോകണം. വള്ളത്തിൽ പോയി കയറിയിട്ട് നമുക്ക് ഇപ്പോൾ ഫുള്ള് ഇരുട്ടാണ്. 4 മണി വെളുപ്പാങ്കാലത്ത് ഈ അടിമലത്തുറ ഭാഗത്തു നിന്നുള്ളവർ വിഴിഞ്ഞത്ത്, അതുപോലെ തന്നെ പുല്ലുവിള, പൂന്തറ അങ്ങനെയുള്ള ഭാഗത്തു നിന്നൊക്കെ നേരെ വിഴിഞ്ഞം ഹാർബറിലോട്ട് വരും. അതുകൊണ്ട് തന്നെ ഇവിടെ വള്ളങ്ങളുടെ സമ്മേളനം തന്നെ നടപ്പുണ്ട്. കണ്ടില്ലേ, നോക്കിക്കഴിഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും വള്ളങ്ങളാണ്. അപ്പോൾ നമുക്ക് ഏതായാലും നേരെ പണിക്കാര്യത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് വേറൊരു വള്ളത്തിൽ കയറിയിട്ടുണ്ട്. അതായത് നമ്മളെ വള്ളം കെട്ടിലാണ് ഇട്ടിക്കുന്നതുകൊണ്ട് തന്നെ ആ വള്ളം എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു അടുത്തുള്ള കരയിൽ പിടിച്ചിരുന്ന വള്ളത്തിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവർ നമ്മൾ അങ്ങോട്ട് കൊണ്ടാക്കി തരും. അപ്പോൾ നമ്മൾ വള്ളത്തിലോട്ട് കയറിയതിനു ശേഷം നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ വള്ളം പടിപടിയായിട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. കെട്ടിയിട്ടിരിക്കുന്ന വള്ളങ്ങൾ നിരത്തി കെട്ടിയിട്ടിരിക്കണേ. ഇതിൽ ചവിട്ടി ഇതിലെന്ന് പറഞ്ഞാൽ നടക്കുന്ന ഒരു അഡ്വഞ്ചറാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചവിട്ടുന്ന സൈഡ് താന്നു പോയിട്ട് മറ്റേ സൈഡ് പൊങ്ങുമ്പോഴേക്കും അതിൽ കൂടി നടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു നല്ല രസമുണ്ട്. ഇഞ്ചിനൊക്കെ പൊതിഞ്ഞൊക്കെ വെച്ചിരിപ്പുണ്ട്. നമ്മുടെ വള്ളം എവിടെയാണോ എന്തോ നല്ല അറ്റത്താണെന്ന് തോന്നുന്നു. പോരാത്തതിന് അകത്ത് മറ്റേ മീൻ വെള്ളമൊക്കെ കിടന്നതിൻ്റെ ഭാഗമായിട്ട് ആ സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ കാല് സ്ലിപ്പ് ആവും. പോരാത്തതിന് മഞ്ഞും കൂടി ഉണ്ട്. അത്യാവശ്യം മഞ്ഞൊക്കെ ഉണ്ട്. ഇത് തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ വള്ളം. അങ്ങനെ നേരം ചെറുതായിട്ട് വെളുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളിവിടെ നിന്ന് ഓടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നേരം വെളുത്ത് വരുന്ന സമയത്ത് നമ്മൾ വള്ളം ഓടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്. ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല. നമ്മൾ 9-9 സുസുക്കിയുടെ എഞ്ചിനാണ്. അപ്പോൾ ഈ എഞ്ചിനിലും കൊണ്ട് നമ്മൾക്ക് ഓടിപ്പോയാൽ നല്ല എഞ്ചിൻ്റെ സൗണ്ട് ഉണ്ട്. ഞാൻ പറയുന്നത് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്നൊന്നും അറിയത്തില്ല. ഏതായാലും നമ്മൾ സ്പോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മളെ ഫിഷിങ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത്, അതായത് നമ്മൾ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്ന ഫിഷിങ് സ്പോട്ട് എത്തിയതിനു ശേഷം നമുക്ക് കാണാം. അപ്പോൾ നേരം വെളുത്ത് തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ ചേട്ടൻ ഡിസ്കോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതായത് ഡിസ്കോ എന്ന് പറയുന്നത് ഈ ഒരു ഇരുമ്പിനെയാണ്. അതായത് ഇത് വെയിറ്റാണ്. ഏകദേശം ഒരു 200-300 ഗ്രാം വരുന്ന വെയിറ്റാണ്. അപ്പോൾ ഈ സാധനം ചൂണ്ട നമ്മൾ നൂല് വെച്ച് ചുറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ചൂണ്ട ചുറ്റിയതിന് ശേഷം നമ്മളെ ഈ തുണി, പട്ടുതുണി എന്ന് പറയുന്നത് ഈ സിൽവർ തുണിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കണവേനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഏക വഴി. അപ്പോൾ ഈ നൂല് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഇതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ചുറ്റി ഫുള്ള് ചുറ്റി നമ്മൾ ചേട്ടൻ ചുറ്റി കാണിച്ച്. ചേട്ടൻ്റെ പേരെന്താ? ജയൻ. അപ്പോൾ നമ്മൾ ജയൻ ചേട്ടൻ ചുറ്റി കാണിക്കുന്നത് നമ്മൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു സാധനം ആദ്യം ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇതിൻ്റെ പല കളറുണ്ട്. ഈ സിൽവർ തുണിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് താഴത്തെ ഭാഗത്ത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചൂണ്ട പിന്നെ നമ്മളെ ചേട്ടൻ ആ ഒരു സാധനം ചുറ്റി ആ നൂല് ഇളക്കി കളഞ്ഞാട്ട നമ്മളിപ്പോൾ ആ സൈഡിലുണ്ടായിരുന്ന നൂലാണ് ചുറ്റുന്നതെന്ന് കാണാം. ആദ്യം നമ്മൾ ചൂണ്ടയിലൊന്ന് കെട്ടി കൊടുത്തു വെച്ചതിന് ശേഷം അത് ഫുള്ള് അകത്ത് വെച്ചിട്ട് അതിന് ചുറ്റി ഇങ്ങനെ ചുറ്റി കഴിക്കും. ഇത് ഫുള്ള് ഇങ്ങനെ നിരത്തി അങ്ങ് ചുറ്റിയതിന് ശേഷം ആണ് നമുക്ക് ഇത് കാണാൻ പോകുക. അതായത് ഇത് നൂല് വെച്ച് അല്ലെങ്കിൽ അവിടെ തന്നെ ഒരു കെട്ടിട്ട് വയ്ക്കും. ഒന്നുകിൽ നൂല് വയ്ക്കും, അല്ലെങ്കിൽ സാധാരണ നമ്മൾ കെട്ടിട്ടും വയ്ക്കാറുണ്ട്. പക്ഷെ കെട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കണവ എങ്ങാനും വന്ന് പിടിക്കുന്നത് ഈ ഒരു ഭാഗത്തായിരിക്കും. അപ്പോൾ നമ്മൾ വലിക്കുന്ന സമയത്ത് ചൂണ്ടയിൽ കണവ കൊളുകത്തില്ല. അപ്പോൾ
ഒരു കണവ പിടുത്തം നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സാധനം കണ്ട, അപ്പോൾ അത് മീനിൻ്റെ വാല് പോലെയാണ്, ചിറക് പോലെ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ അപ്പാപ്പനും അതുപോലെ തന്നെ ഒരു വേറെ ചേട്ടനും അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും ഇത് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. കണ്ട, ഇത് ഏകദേശം ഒരു മീനിൻ്റെ കണക്കില്ല ഇപ്പോൾ. ഇതൊരു നല്ലൊരു മീനിൻ്റെ ഒരു സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചങ്കീസ് കെട്ടേണ്ട ഒരു ഹോളുണ്ട്. അപ്പോൾ ഇതിൽ ചങ്കീസ് കെട്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. ഈ ഒരു സാധനത്തിൽ നമ്മൾ വന്ന് കണവ ഇങ്ങനെ വന്ന് പിടിക്കുമ്പോഴേക്കും വലിക്കുമ്പോൾ ചൂണ്ടയിൽ വന്ന് കണ്ട കൈ കണ്ട മൊത്തം അതുപോലെ തന്നെ കയറി കൊള്ളുകയായിരിക്കും. അപ്പോൾ ഇത് പിന്നെ നമുക്ക് പിടിക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ ചൂണ്ട കെട്ടിയത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഓട്ടത്തിൽ തന്നെ എല്ലാം ചെയ്യുകയാണ്. അപ്പോൾ ഓട്ടത്തിൽ നമുക്ക് നല്ലപോലെ കാറ്റ് നിൽപ്പുണ്ട്. അത്യാവശ്യം കാറ്റിൽ ചാടിയാണ് പോകുന്നത്. ചെറിയ ഇഞ്ചിനായതുകൊണ്ട് നമ്മൾ പതുക്കെ പോകുന്നത് കണ്ടില്ലേ. പൊങ്ങിയതാന്ന് കടലൊക്കെ നല്ല കടലൊക്കെ നല്ല ഹോട്ടിൽ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ തോട്ടിക്കണവാന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. അതിനെന്ന് പറഞ്ഞാൽ പുറം തോട് നല്ല കട്ടിയായിട്ടുള്ളത്, അതുപോലെ തന്നെ അകത്തൊരു വെള്ള സംഭവം തോടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കണവേനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. കടലിൽ കയറിയ ശേഷം നമ്മൾ പറയുന്നതാണ് നമ്മൾ ഏതായാലും. അപ്പോൾ നമ്മളെ ചേട്ടൻ്റെ പേരെന്താ? കേട്ടില്ല. മുത്തപ്പൻ ചേട്ടൻ. ആ ചേട്ടന് അങ്ങളുടെ പേരെന്താ? അങ്ങളുടെ പേരെന്താ? ആൻഡ്രൂസ് അങ്കിള്. അതുപോലെ തന്നെ മുത്തപ്പൻ ചേട്ടൻ. ചേട്ടൻ്റെ പേരെന്താ പറഞ്ഞത്? ജയൻ ചേട്ടൻ. മുത്തപ്പൻ, ജയൻ, ആൻഡ്രൂസ്. അപ്പോൾ നമ്മളെ മൂന്നാലും പിന്നെ നമ്മളെ ജോൺസൺ മാമൻ എല്ലാവർക്കും അറിയാം. നമ്മൾ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മൾ പണിക്ക് പോകുന്ന രണ്ടുപേരായിട്ടൊക്കെ ചൂണ്ടപ്പണിക്ക് പോകുന്ന വീഡിയോസൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. അപ്പോൾ നമ്മൾ പിന്നെയും നമുക്ക് കാണാൻ പോകുന്ന ഇവരെ 3 പേരാണ്. അപ്പോൾ നമ്മളെ ഏരിയയിൽ പുതിയ ആൾക്കാരാണ്. ഏരിയയ്ക്ക് മാത്രം തന്നെ, ഫീൽഡിൽ പഴയ ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ നേരെ ഏതായാലും ഫിഷിങ്ങിലോട്ട് പോവാം. അപ്പോൾ കാണണേ റെഡിയെന്നല്ലേ. അപ്പോൾ നമ്മൾ ഫിഷിംഗ് സ്പോട്ട് എത്തി. നമ്മൾ പാരഷൂട്ട് ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പാരഷൂട്ട് എന്ന് പറയുന്നത് അതാ എണ്ണയല്ല, ആ സാധനമാണ്. പാരഷൂട്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വിചാരിക്കുമ്പോൾ മറ്റേ വെളിച്ചെണ്ണ ഉണ്ടല്ലേ, അതായിരിക്കും. അതല്ല, നമ്മളെ ആങ്കർ പോലത്തെ വെള്ളത്തിൻ്റെ വലുവനുസരിച്ച്, അതായത് കടലിൻ്റെ ഒഴുക്കനുസരിച്ച് നമ്മൾ തടഞ്ഞ് നിർത്തുന്ന ഒരു സാധനമാണ്. അതായത് ഒഴുക്കിനനുസരിച്ച് ചെറുതായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ സാധനം ഇടിയാണ്. ഓക്കെ, അപ്പം നമുക്ക് ടങ്കീസ് കിട്ടി. ഇനി നമ്മൾ ഡിസ്കോ എടുത്ത് കെട്ടാൻ വേണ്ടി പോയാണ്. അങ്ങനെ ആദ്യത്തെ കണവ നമ്മുടെ ജയൻ ചേട്ടൻ്റെ തന്നെ കിട്ടി. ചൂണ്ടകള് ഓലക്കണോ? അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഓലക്കണവ വന്നിട്ടുണ്ട്. നമ്മൾ വന്നത് ഇതിനല്ല, ടാർഗറ്റ് ചെയ്ത സാധനം വേറെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചൂണ്ടയൊക്കെ പരക്കെ കൂടി എല്ലാവരും ഇട്ടുകൊണ്ടിരിക്കുക. കൊമ്പനെ പിടിക്കാൻ കൊമ്പന് തടിയേ. അങ്ങനെ നമ്മളെ ജെയിൻ ചേട്ടൻ്റെ ഒന്ന് വന്നിട്ട് പോയാ ആളെ പണിയാൻ. ശേ തീരാളി. നമുക്കൊക്കെ പിടിക്കുന്നതൊക്കെ പോണ്. എണീറ്റ് നടക്കണം നോക്ക്. അന്ന് 2 എണ്ണം പോയായി. അവിടെ അപ്പാവൻ 2 എണ്ണം പിടിച്ചായി. കശാട്ട് ഓക്കെ, സക്സസ്. ഓപ്പറേഷൻ ജാവ. പിന്നെ ഇവനെ തറയിൽ ഇടുമ്പോഴാണ് യുദ്ധം. കൊല്ലാൻ പോണ്. ഓ ഇനി കട്ട് വരൂല. അയ്യ, കട്ട് വന്നായി. ചുമ്മാ ഇരുന്നതിനെ കട്ടാക്കി. നോക്കി പാവം ഓടി 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 ചാവാൻ പോകുന്നു. ഫുള്ള് മഷി പടർന്നിടത്തുണ്ട്. യോ 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 നമ്മളെ ജയിച്ചേട്ടൻ ഒന്ന് വലിച്ചിട്ടുണ്ട്. പാപ്പ അവിടെ നിന്ന് വലിക്കും. കച്ചാ എന്താണ്? ഓ ഓ അമ്മോ,
ഒറ്റ ഫീലിൽ വന്ന് പൊട്ടിച്ചിട്ട് അയ്യോ ഭയങ്കരം. കട്ടിക്ക് അവിടെ വീണിട്ടുണ്ട്. കട്ടിക്ക് അത് വെള്ളം ഒഴിച്ചിട്ടോട് കൈ കൊടുത്താൻ. വെറുതെ ചാർത്തില്ലാതാക്കട്ടെ. കുളിച്ചല്ലേ? കട്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നേനെ. ഓഹോ കമത്തി തന്നെ പിടിച്ചു. കൊന്നു, ചത്തു. കച്ചാല കടിച്ചു വെച്ചിരുന്നു. കയ്യിനെ കിട്ടിയ എന്തായിരിക്കും അവസ്ഥ? അയ്യേ വലിക്കാതെ 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 വാടാ. ഷടാ ഇപ്പൊ കോപ്പിളി തൂക്കിയെടുക്കാൻ ഫീലിരിക്കുന്നു. വാ നീരാളി. ഇതായിട്ട് ഇത്ര വലിയ വലിച്ചേ. നോക്കിയേ കയ്യിലെല്ലാം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ നിൽക്കും. ടാറ്റാ ടാറ്റാ. ഇത് വള്ളത്തിൽ കയറി നടക്കുന്നുണ്ട, കാലെല്ലാം നീണ്ട്. വള്ളം നോക്കിയാണത്. ആ കടവയുടെ വയറ്റിനകത്തോട്ട് കാല് കയറ്റി നോക്കിട്, ഏതിലെങ്കിലും പോകാൻ വഴിയുണ്ടോയെന്ന്. ആ ചെറിയ ഹോളിൻ്റെ അകത്തൂടെ കാല് കയറ്റിയിരിക്കുന്നുണ്ട. ഇത് ആ കയറി പോകുന്ന ഭാഗത്തൂടെ എല്ലാം കയറി പോകും. കൂട്ടയിൽ കൂടെ ചെറിയൊരു കുപ്പി വല്ലതും എടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ ആ കുപ്പിക്ക് അകത്ത് പോകും. അങ്ങനെയുള്ള സാധനമാണ്. അത്രയും ഭാഗം കയറി കിട്ടിയാൽ മതി. ബാക്കിയുള്ളത് അത് താനെ വികസിക്കുകയും ചെയ്യും, ചെറുതാവുകയും ചെയ്യും. ഉണ്ടല്ലേ ചാടി ഇറങ്ങി കോരിയെല്ലാം എടുത്ത് വെച്ചു കൊടുത്താൽ മതി, അകത്ത് ഇറങ്ങി. ആ കോഹരിയുടെ അകത്തിപ്പോൾ വന്നേ നീരാളി. അത് നീരാളി. ഇവിടെ എന്താ നമ്മളെ നീരാളി കച്ചവടമേ. ഒരു കുട്ടേ എന്തോ അതിന് നടന്ന് എവിടെ കയറണം നോക്കി. നിൽക്കാൻ ശേഷിയില്ലേ, എന്തിരുന്നാലും നടക്കും. രാജാവ് കയറി വന്ന് അമ്മ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ വീണ്. നീരാളി ഇത് തന്നെ ഉണ്ട് ഈ കടലിൽ. ചിലപ്പോ ഇതായിരിക്കും പിടിച്ചു പിടിച്ച് പോണത്. ഇത് മാത്രമേ ഉള്ളൂ നീരാളി വേറും. അതിന്റെ വായിക്കകത്ത് വേറെ അത് വലിയ കാര്യത്തിൽ തിന്നോണ്ടിരിക്കുന്നു. പിടിച്ചു പോണ നീരാളികളുണ്ട്. അവിടെ വലിച്ചു കയറ്റണം, തോണ്ടി കാണാനെ. നടന്ന് 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 ഇവിടെ പോകും. എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? സർക്കസ്, നീരാളി സർക്കസ്.
വന്നേ വെള്ള കളറായി. ഇനിയിപ്പോൾ അവിടെ കറുപ്പ് കളറാകും. അതിൽ കട്ട് പൊട്ടിച്ച് വരില്ലേ? ഈ സാധനം പിടിക്കുന്ന ഇത്ര നേരം കൊണ്ട്. സന്തോഷം, നന്ദിയുണ്ട്. കിടന്നു കുറച്ച് ഇവിടെ വന്ന് നോക്കി വലിച്ച് പിടിച്ചാൽ വിടയില്ലേ.